CPM-ൻ്റെ LDF CPM നേതൃത്വം നൽകുന്ന LDF-ൻ്റെ തുടർഭരണത്തിൽ KV തോമസ് ഇപ്പം മുൻ കോൺഗ്രസ് നേതാവും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തും മന്ത്രിയായിരുന്നു, കേന്ദ്രത്തിലും മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ഡൽഹിയിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാൻ വേണ്ടി പാർലമെൻറ്റിലും ദേശീയ സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ ചെയ്യാൻ, കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്ത് സാധിച്ചെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ അവിടെ ഒരു ലൈസൺ ഓഫീസർ പോലുള്ള ഒരു തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ആ തസ്തികയിൽ യഥാർത്ഥത്തിൽ നേരത്തെ വേണു രാജമണി എന്ന് പറയുന്ന അംബാസഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം നെതർലൻഡ്സിൽ ഇരിക്കുമ്പോഴാണ് വേണു രാജമണി അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് സർവീസ് കഴിഞ്ഞ് തിരിച്ചു വരികയും അദ്ദേഹത്തെ ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേരളത്തിന് വേണ്ടി സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ സാധിച്ചെടുക്കുവാൻ വേണ്ടി വേണു രാജമണിയെ നിയമിച്ചിരുന്നു. വേണു രാജമണി ഇരിക്കെ തന്നെയാണ് KV തോമസിനെയും പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ചാടിച്ച് CPM-ലോട്ട് കൊണ്ടുവരികയും വലിയ സ്വീകരണം കൊടുത്തു. ഇപ്പോഴും അതിൻ്റെ വിവാദമൊന്നും കെട്ടടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മുടെ ചോദ്യം, പൊതുജനം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് കാര്യത്തിനാണ് ഏതാണ്ട് 2-3 ലക്ഷം രൂപ 2-3 ലക്ഷം രൂപ മാസം അതിൽ കൂടുതൽ ചിലവാക്കി ഈ KV തോമസ് എന്ന് പറയുന്ന ഒരു ആളെ അവിടെ ഡൽഹിയിൽ കേരളത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നു. കേരളം നമുക്കറിയാം, കേരളത്തിൻ്റെ ഖജനാവ് കാലിയാണ്, കേരളത്തിന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവായിട്ട് KV തോമസിനെ അങ്ങനെ ഒരാളവിടെ നിലനിർത്തിയിരിക്കുന്നതിൻ്റെ എന്താണ് ഉദ്ദേശം? കേരളത്തിന് എന്ത് നേട്ടമാണ്, എന്ത് നന്മയാണ്, എന്തൊക്കെയാണ് ശ്രീ KV തോമസിനെ കൊണ്ട് പിണറായി വിജയൻ സാധിച്ചെടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴൊരു ചോദ്യം. യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ വ്യക്തമായ ഒന്നും കാണുന്നില്ല. യാതൊരു വിധത്തിലൊരു ചലനവും ശ്രീ KV തോമസിന് ഈ കേരള ഭരണത്തിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാം. KV തോമസിനെ നിയമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് KV തോമസിന് അവിടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ്, കാരണം അദ്ദേഹം പതിറ്റാണ്ടുകൾ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ KV തോമസിന് അവിടെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലുള്ള സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കേരളയിലൊക്കെ സാധിച്ചെടുക്കും. അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു KV തോമസിനെ കൊണ്ടുണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നൊക്കെ CPM-ഉം LDF-ഉം ഒക്കെ ഒരു വലിയ പ്രചരണമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു, എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇത്തരം ചോദ്യങ്ങളുണ്ട്. അത് ഒരു വിധത്തിലും അതൊരു സർക്കാരിനൊരു ബാധ്യതയായിട്ട് KV തോമസ് അവിടെ ഡൽഹിയിൽ കഴിയുന്നു. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ശമ്പളം, അതിൻ്റേതായ സൗകര്യങ്ങൾ എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ അവിടെ നിർത്തിയിരിക്കുന്നു. അത് വെറുതെ കേരളത്തിൽ കോൺഗ്രസിനെ ഒന്ന് ക്ഷീണിപ്പിക്കാൻ പിണറായി വിജയന് സാധിച്ചു. KV തോമസിലൂടെ, മുതിർന്ന നേതാവ് KV തോമസിനെ പാർട്ടി മാറ്റിയെടുത്തതോടുകൂടി എന്നുള്ളതല്ലാതെ വ്യക്തിപരമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ അല്ലാതെ പിണറായി വിജയന് അദ്ദേഹത്തെ കൊണ്ട് ഒന്നും കേരളത്തിന് വേണ്ടി സാധിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ KV തോമസിനെ അവിടെ നിയമിച്ചതോടുകൂടി ശ്രീമാൻ വേണു രാജമണി അംബാസഡർ, അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥാനം, അവിടുത്തെ ഈ പറഞ്ഞ ലൈസൺ ഓഫീസർ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ആ സ്ഥാനമൊക്കെ പുള്ളി രാജിവെച്ച് അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെങ്ങാണ്ട് താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് KV തോമസ് എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. കേരള സംസ്ഥാനത്തിന്, സർക്കാരിനും ജനത്തിനും തന്നെ ഒരു ബാധ്യതയായിട്ട് KV തോമസ് അവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പറ്റുന്നതല്ല. കാരണം യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണനയും കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ പ്രോജക്റ്റുകൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി നേടിയെടുക്കുന്ന ഒന്നിനും തന്നെ ശ്രീ KV തോമസിനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അതുതന്നെയാണ് കേരള ജനം KV തോമസിനെ കുറിച്ച് കാണുന്നത്. യാതൊരു വിധത്തിലും ഒരു ഗുണവുമില്ലാത്തൊരു ബാധ്യത കേരളത്തിനും സർക്കാരിനും ജനത്തിനും ഒരു ബാധ്യതയായിട്ട് KV തോമസ് മാറിയിരിക്കുന്നു.